1477 ലണ്ടനിൽ ജനിച്ച വിശുദ്ധ തോമസ് മൂർ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ ശേഷം അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെടുകയും ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ഹെൻറി എട്ടാമിന്റെ ചാൻസലർ പദവിയിൽ നിയമിക്കപ്പെടുകയും ചെയ്തു. കാതറിനെ വിവാഹമോചനം ചെയ്തുകൊണ്ട് ആനിബോളിനെ വിവാഹം ചെയ്യാനുള്ള ഹെൻറി രാജാവിന്റെ തീരുമാനത്തെ തോമസ് മൂർ നഖശിഖാന്തം എതിർത്തു. മാത്രമല്ല, മാർപ്പാപ്പയെ നിഷേധിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിലെ കത്തോലിക്ക സഭയുടെ പരമാധികാരിയായി തന്നെ പ്രഖ്യാപിക്കാനുള്ള രാജാവിന്റെ ആലോചനയിലും തോമസ് മൂർ കടുത്ത പ്രതിഷേധം അറിയിച്ചു. രാജാവിനെ പ്രീതിപ്പെടുത്താനായി തന്റെ ധാർമ്മിക മൂല്യങ്ങൾ പണയപ്പെടുത്താൻ തയ്യാറാകാതിരുന്ന അദ്ദേഹം തന്റെ ഉദ്യോഗം രാജിവെക്കുകയും ഇതേ തുടർന്ന് 1534 ലണ്ടൻ ടവറിൽ രാജദ്രോഹ കുറ്റത്തിന് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. രാജാവിന്റെ തെറ്റ് പിന്തുണച്ചാൽ ഏറ്റവും കൂടിയത് എത്ര വർഷം ഭൂമിയിൽ ജീവിക്കാനാകും എന്നായിരുന്നു രക്തസാക്ഷിത്വത്തിൽ നിന്ന് പിന്മാറാനായി തനിക്ക് മുൻപിൽ കരഞ്ഞെത്തിയ ഭാര്യയോടും 4 മക്കളോടുമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം. 15 മാസം ജയിലിൽ കിടന്ന് ക്ഷീണിതനായ അദ്ദേഹം കഴുമരത്തിലേക്ക് കയറുമ്പോൾ ഭയലേശമെന്നേ അദ്ദേഹം രാജസേവകരോട് പറഞ്ഞു, മുകളിലേക്ക് കയറാൻ എന്നെ ഒന്ന് സഹായിക്കൂ, താഴേക്ക് ഞാൻ തന്നെ പോന്നുകൊള്ളാം. 1535 ജൂൺ 6 ലണ്ടൻ ടവർ ഹില്ലിൽ വെച്ച് അദ്ദേഹത്തെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു.